ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എനിക്ക് പറയാനുണ്ട്. ഇന്ന് നമ്മൾ PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 20 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത്. 3 ദിവസം അടുപ്പിച്ച് ക്ലാസ് ഒന്നും ഇടാൻ സാധിച്ചില്ല. അതുകൊണ്ട് 20 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. BPL കാർഡുകാർക്ക് 10 കിലോ അരി നൽകുന്ന അന്നഭാഗ്യ സ്കീം അവതരിപ്പിച്ച സംസ്ഥാനം. BPL കാർഡുകാർക്ക് 10 കിലോ അരി നൽകുന്ന അന്നഭാഗ്യ സ്കീം അവതരിപ്പിച്ച സംസ്ഥാനം കർണാടകയാണ്. ഈ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ PSC ബുള്ളറ്റിൽ നിന്നുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു. ഇത് ഏപ്രിൽ ഇറങ്ങിയ എഡിഷനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുള്ളത്. ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇത് ഉറപ്പായിട്ട് പഠിച്ചിരിക്കേണ്ട കറണ്ട് അഫയേഴ്സ് ആണ്. ഒരു 200 കറണ്ട് അഫയേഴ്സ് ആണ് അതിലുള്ളത്. അപ്പോൾ അതിൽ ഒരു 20 ക്വസ്റ്റ്യൻസ് ഞാൻ മൊത്തം 30 ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ തന്നിട്ടുള്ളത്. 20 ക്വസ്റ്റ്യൻസ് ഇതിലും അല്ലാതെ 10 ക്വസ്റ്റ്യൻസ് ഞാൻ നേരത്തെ ഒരു ക്ലാസ്സും ചെയ്തിരുന്നു. അപ്പോൾ അത് ഓർത്തുകൊള്ളുക, പഠിക്കേണ്ടതാണ്. കാരണം LDC 2024 ഉറപ്പായിട്ടും ചോദിക്കും. 2023 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം. 2023 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഐവറി കോസ്റ്റ് ആണ്. 2023 പരിസ്ഥിതി ദിനാചരണം ആതിഥ്യം വഹിച്ച രാജ്യം ഏതാണ്? ഐവറി കോസ്റ്റ് ആണ്. നിങ്ങൾക്ക് മോട്ടിവേഷൻ ക്ലാസ്സസ് ഒന്നും ഞാൻ ഇടാത്തത് സമയം പോകുമെന്നുള്ളത് കൊണ്ട് മാത്രമാണ്. എല്ലാവരും പഠിക്കുക. നിയമനവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒരു ആദ്യത്തെ 100 റാങ്ക് ഉറപ്പിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ജോലി കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് പഠിക്കുക. കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൂല്യവർധന, സംസ്കരണം, കർഷകർക്ക് മികച്ച വരുമാനം എന്നിവ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന സ്ഥാപനം ഏതാണ്? കാപ്കോ ആണ്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൂല്യവർധന, സംസ്കരണം, കർഷകർക്ക് മികച്ച വരുമാനം എന്നിവ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന സ്ഥാപനമാണ് കാപ്കോ. കേരള അഗ്രോ ബിസിനസ് കമ്പനി എന്നതാണ് കാപ്കോയുടെ ഫുൾ ഫോം. ഓർക്കുക. 2023 നടന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ഇന്ത്യൻ ടീമിനെ നയിച്ചത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2023 നടന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ഇന്ത്യൻ ടീമിനെ നയിച്ചത് നീരജ് ചോപ്രയാണ്. നീരജ് ചോപ്രയാണ് 2023 നടന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ഇന്ത്യൻ ടീമിനെ നയിച്ചത്. ബഹിരാകാശത്ത് 184 ദിവസത്തെ യാത്ര പൂർത്തിയാക്കി തിരിച്ചെത്തിയ ഡോക്ടർ സുൽത്താൻ അൽ നയാദിയുടെ രാജ്യം ഏതാണ് എന്നാണ് ചോദ്യം. ബഹിരാകാശത്ത് 184 ദിവസത്തെ യാത്ര പൂർത്തിയാക്കി തിരിച്ചെത്തിയ ഡോക്ടർ സുൽത്താൻ അൽ നയാദിയുടെ രാജ്യം UAE ആണ്. സമുദ്രത്തിനടിയിൽ മൈനുകൾ കണ്ടെത്തുന്നതിനായി ഇന്ത്യ ലോഞ്ച് ചെയ്ത ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ. സമുദ്രത്തിനടിയിൽ മൈനുകൾ കണ്ടെത്തുന്നതിനായി ഇന്ത്യ ലോഞ്ച് ചെയ്ത ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിളാണ് നീരാശി. ഏത് രാജ്യത്തെ ബഹിരാകാശ ഏജൻസിയാണ് പറക്കും തളികകളെ കണ്ടെത്തുന്നതിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്? ഏത് രാജ്യത്തെ ബഹിരാകാശ ഏജൻസിയാണ് പറക്കും തളികകളെ കണ്ടെത്താനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്? USA ആണ്. USA ആണ് പറക്കും തളികകളെ കണ്ടെത്താനായിട്ട് പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്. ശേഖർ കപൂറിൻ്റെ ഒഴിവിൽ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡൻ്റായി നിയമിതനായത് ആരാണ്? R മാധവനാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റ് ആരാണ്? R മാധവനാണ്. ശേഖർ കപൂറിൻ്റെ ഒഴിവിലേക്കാണ് ഇദ്ദേഹം നിയമിതനായിട്ടുള്ളത്. ഗ്രാൻഡ് സ്ലാം ഡബിൾസ് ഫൈനലിൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരം. ഗ്രാൻഡ് സ്ലാം ഡബിൾസ് ഫൈനലിൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരം രോഹൻ ബൊപ്പണ്ണയാണ്. രോഹൻ ബൊപ്പണ്ണയാണ് ഗ്രാൻഡ് സ്ലാം ഡബിൾസ് ഫൈനലിൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരം. 2023 സെപ്റ്റംബർ 17 പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ ദേശീയ പതാക ഉയർത്തിയത് ആരാണ്? 2023 സെപ്റ്റംബർ 17 പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ ദേശീയ പതാക ഉയർത്തിയത് ജഗ്ദീപ് ധൻഖർ ആണ്. ജഗ്ദീപ് ധൻഖർ ആണ് 2023 സെപ്റ്റംബർ 17 പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ ദേശീയ പതാക ഉയർത്തിയത്. എത്ര വർഷത്തേക്കാണ് 106 ഭരണഘടനാ ഭേദഗതി പ്രകാരം പാർലമെൻറ്റിൽ വനിതകൾക്ക് സംവരണം ചെയ്തിരിക്കുന്നത്? എത്ര വർഷത്തേക്കാണ്
106 ഭരണഘടനാ ഭേദഗതി പ്രകാരം പാർലമെൻറ്റിൽ വനിതകൾക്ക് സംവരണം ചെയ്തിരിക്കുന്നത് എത്ര വർഷമാണ്? 15 വർഷമാണ്. നമ്മൾ പഠിച്ചാണ് 106 ഭരണഘടനാ ഭേദഗതിയൊക്കെ. ക്ലാസ് കാണുക. പിയറി അഗസ്റ്റിനി, ഫെറൻ ക്രൗസ്, ആൻ എൽ ഹൂലിയർ എന്നിവർ ഏത് വിഷയത്തിലാണ് 2023 നോബൽ പുരസ്കാരം നേടിയത്? ഏത് വിഷയത്തിലാണ്? ഭൗതിക ശാസ്ത്രത്തിലാണ്, ഫിസിക്സിലാണ്. പിയറി അഗസ്റ്റിനി, ഫെറൻ ക്രൗസ്, ആൻ എൽ ഹൂലിയർ എന്നിവർ നോബൽ പുരസ്കാരം നേടിയത് 2023 നോബൽ പുരസ്കാരമാണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ്, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ചോദിക്കുന്നതാണ്. ഉറപ്പായിട്ടും പഠിച്ചു വെക്കേണ്ടതാണ് 2023 നോബൽ പുരസ്കാരം. 19ാമത് ഏഷ്യൻ ഗെയിംസിൻ്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത്? 19ാമത് ഏഷ്യൻ ഗെയിംസിൻ്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത് ആരാണെന്നാണ് ചോദിച്ചേക്കുന്നത്. PR ശ്രീജേഷ് ആണ്. PR ശ്രീജേഷ് ആണ് 19ാമത് ഏഷ്യൻ ഗെയിംസിൻ്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കുറച്ച് ഇന്നിങ്സുകളിൽ നിന്ന് 13,000 റൺസ് നേടിയ താരം. ഏറ്റവും കുറച്ച് ഇന്നിങ്സുകളിൽ നിന്ന് 13,000 റൺസ് നേടിയ താരമാണ് വിരാട് കോഹ്ലി. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൻ്റെ കാര്യമാണ്. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കുറച്ച് ഇന്നിങ്സുകളിൽ നിന്ന് 13,000 റൺസ് നേടിയ താരമാണ് വിരാട് കോഹ്ലി. അടുത്തിടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ സാംസ്കാരിക കേന്ദ്രം. അടുത്തിടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ സാംസ്കാരിക കേന്ദ്രമാണ് ഏതാണ്? ശാന്തിനികേതനാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ പതാകയിൽ ഇടം പിടിച്ച പക്ഷി. ഇന്ത്യൻ വ്യോമസേനയുടെ പതാകയിൽ ഇടം പിടിച്ച പക്ഷി ഹിമാലയൻ പരുന്താണ്. ഹിമാലയൻ പരുന്താണ് ഇന്ത്യൻ വ്യോമസേനയുടെ പതാകയിൽ ഇപ്പോൾ ഉള്ളത്. 2023 മിന്നൽ പ്രളയത്തെ തുടർന്ന് തകർന്ന ചുങ് താങ് അണക്കെട്ട് ഏത് സംസ്ഥാനത്തിലാണ്? ചുങ് താങ് അണക്കെട്ട് ഏത് സംസ്ഥാനത്തിലാണ് എന്നാണ് ചോദ്യം. 2023 മിന്നൽ പ്രളയത്തെ തുടർന്ന് തകർന്ന ചുങ് താങ് അണക്കെട്ട് സിക്കിമിലാണ്. 2024 ചാങ്-E6 എന്ന ചാന്ദ്രദൗത്യം വിക്ഷേപിക്കുന്ന രാജ്യം. 2024 ചാങ്-E6 എന്ന ചാന്ദ്രദൗത്യം വിക്ഷേപിക്കുന്ന രാജ്യമാണ് ചൈന. ചൈനയാണ് 2024 ചാങ്-E6 എന്ന ചാന്ദ്രദൗത്യം വിക്ഷേപിക്കുന്ന രാജ്യം. 2023 നടന്ന ലോക അത്ലറ്റിക് മീറ്റിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ് ലഭിച്ചത്? 18ാം സ്ഥാനമാണ്. 2023 നടന്ന ലോക അത്ലറ്റിക് മീറ്റിൽ ഇന്ത്യക്ക് ലഭിച്ച സ്ഥാനമാണ് 18ാം സ്ഥാനം. അപ്പോൾ ഇന്ത്യക്ക് ലോക അത്ലറ്റിക് മീറ്റിൽ എത്രാമത്തെ സ്ഥാനമാണ്? 18ാമത്തെ സ്ഥാനമാണ്. 2023 പുറത്തിറങ്ങിയ കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്ര ഏതാണ്? പച്ചക്കുതിരയാണ്. 2023 പുറത്തിറങ്ങിയ കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്രയാണ് പച്ചക്കുതിര. LDC 2024 നടക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാവരും പഠിക്കുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.